ഒരിക്കലൊരു പന്തയം നടക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സമയം. ഏറ്റവും കൂടുതൽ മരം വെട്ടുന്നയാൾക്ക് 1000 സ്വർണ്ണ നാണയം സമ്മാനം. 2 മരം വെട്ടുകാർ രംഗത്തെത്തുന്നു. ആദ്യത്തെയാൾ നിർത്താതെ മരം വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അയാൾ ഒട്ടും തന്നെ വിശ്രമിക്കുന്നില്ല. രണ്ടാമത്തെയാൾ ഇടയ്ക്ക് 10 മിനിറ്റ് വിശ്രമിക്കും. ആദ്യത്തെയാൾ ഇത് കണ്ട് പുച്ഛത്തോടെ നോക്കി. ഇയാൾ ജയിക്കുകയില്ല. ഇയാൾ എങ്ങനെ ജയിക്കാനാണ്? ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുന്നു. താനാണെങ്കിൽ മുഴുവൻ സമയവും അധ്വാനിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് 6 മണിയായി. സമയം കഴിഞ്ഞു. മരങ്ങളുടെ എണ്ണം നോക്കിയപ്പോൾ ആദ്യത്തെയാൾ 18 മരങ്ങൾ മുറിച്ചു. രണ്ടാമത്തെയാൾ 25 മരങ്ങളും മുറിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യത്തെയാൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെയാൾ പറഞ്ഞു, ഞാൻ മരം വെട്ടുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ വിശ്രമിക്കുന്നത് എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടാനാണ്. മഴുവിന് മൂർച്ച കൂട്ടുമ്പോൾ വീണ്ടും എൻ്റെ ജോലി കൂടുതൽ എളുപ്പമായി തീർന്നു. നീയാണെങ്കിൽ ആ മൂർച്ചയില്ലാത്ത മഴു കൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ വെട്ടിക്കൊണ്ടിരുന്നത്. ആ വിജയത്തിന് പിന്നിലെ രഹസ്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കായികാധ്വാനം മാത്രം പോരാ, എല്ലാത്തിലും ബുദ്ധിപരമായ ഒരു അധ്വാനം കൂടി വേണം. ബുദ്ധി കൂടുതലുണ്ടെങ്കിൽ ആ കായികാധ്വാനത്തെ കുറയ്ക്കാനും പറ്റും. ജോലിയെടുക്കാനുള്ള സന്നദ്ധതയോടൊപ്പം ശക്തമായ നിരീക്ഷണ പാടവം കൂടി ഉണ്ടെങ്കിൽ അവൻ വിജയിയായി മാറും.